ഹായ് ഹലോ നമസ്കാരം. വില്ലേജ്മാൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊന്നുമല്ല, ഒരു പഴയ മെയിൻ സ്വിച്ച് മാനുവൽ ടൈപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ സ്വിച്ച് മാറിയിട്ട് നമ്മുടെ ELCB വെക്കുന്നതാണ്. സിംഗിൾ ഫേസ് ആണ് ഈ കൺസൺ. ഏകദേശം ഒരു 40 ആംബിയർ 30 മില്ലി ആംബിയറിൻ്റെ ഒരു സിംഗിൾ ഫേസ് ELCB ആണ്. ഇതാണ് നമ്മളിന്ന് മാറ്റി വയ്ക്കാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇത് എന്താണെന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വർക്ക്. അതുപോലെ തന്നെ അടുത്തതായിട്ട് അതിനോടനുബന്ധിച്ച് ഒരു ഐസൊലേറ്ററാണുള്ളത്. അത് ഏകദേശം 40 ആംബിയറിൻ്റെ ഒരു ഐസൊലേറ്ററാണ്. അപ്പോൾ നമ്മളിന്ന് മേടിച്ചേക്കുന്ന ഒരു ലൂക്കറിൻ്റെ ഒരു ELCB ആണ്. എന്തായാലും നമുക്കതിൻ്റെ ഫിറ്റിങ്സിലേക്ക് മാറാം. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു ടെക് വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ മെയിൻ സ്വിച്ച് ഉണ്ടല്ലോ, ഈ മെയിൻ സ്വിച്ച് നമ്മളിന്ന് ELCBയിലേക്ക് ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണിക്കാമെന്ന് ഓർത്തു. കാരണം ഇങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങളായിരിക്കും നമ്മൾ വിട്ടുപോകുന്നത്. കാരണം ഇത് ഇങ്ങനെ ഒരു മെയിൻ സ്വിച്ച് ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. ഇതേ തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് ELCB ചെയ്യാം. അത് നമുക്ക് ആ വർക്കിലേക്ക് നമുക്ക് കിടക്കാം. ഇത് പഴയ ആ കൽക്കി എന്ന് പറയുന്ന ആ പഴയ അടിപൊളി ആ മെയിൻ സ്വിച്ചാണ്. ഇതുകൊണ്ട് ഒരുപാട് ഇവിടെ കറണ്ട് കിട്ടിയപ്പം വെച്ച സാധനം കേട്ടോ. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് എടുക്കാൻ നിർവാഹമില്ല, അല്ലെങ്കിൽ ഞാനത് ചെയ്തേനെ. പക്ഷെ എന്നാലും ഒരു ചേഞ്ചിങ് നല്ല, കാരണം ഇവരിവിടെ രണ്ടുപേരും തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ELCBയിലേക്ക് മാറ്റി കൊടുക്കേണ്ട അത്യാവശ്യം. ഇത് നമ്മൾ മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഭാഗം ഇങ്ങനെ കത്തിപ്പോയി. സിമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എളുപ്പത്തിനായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താലും അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെ മാറ്റിയിട്ട്, പിന്നെ തന്നെ പുതിയൊരു ടെക്നോളജിക്ക് മാറുന്നില്ല. ഈ വയറിങ് അത്യാവശ്യം പഴയ വയറിങ് ആണെങ്കിലും വളരെ നല്ല രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് എർത്തെല്ലാം കറക്റ്റ് പെർഫെക്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ELCBയിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ ആ പഴയ മെയിൻ സ്വിച്ച് റിമൂവ് ചെയ്തു. ഇനി പുതിയത് അതിനുള്ള തുളയും അതുപോലെ അതിനുള്ള ഹോൾസൊക്കെ നമുക്ക് ഇടാനുണ്ട്. പിന്നെ തന്നെ അതിനും ഇപ്പോൾ ഓൾറെഡി ഒരു നല്ല രീതിക്ക് തന്നെ അത് ക്ലിയർ ചെയ്തൊക്കെ ഇങ്ങോട്ട് എടുത്തേക്കുന്ന വയറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ പുതിയതായിട്ടുള്ള അതിൻ്റെ കവറും മറ്റു കാര്യമെല്ലാം ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ പഴയ വയറിങ്ങൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി കണക്ഷനൊക്കെ പറയുന്നില്ല. ഏകദേശം നമ്മൾ ഇവിടുത്തെ കണക്ഷനൊക്കെ ഒന്ന് റെഡിയാക്കി. ഇനി നമുക്ക് ഇവിടുന്ന് ഔട്ട്പുട്ടും അതുപോലെ ഇൻപുട്ടൊക്കെ ഇതാണ്. അത് പുറത്തുനിന്ന് വരുന്ന 2 വയറാണ് ഇത്. അതുപോലെ അത് ന്യൂട്രൽ ഫേസുമാണ്. ഈ എർത്തൊക്കെ ഇവിടെ ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇത് പഴയ വയറിങ്, അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ കണക്ഷനെല്ലാം വെളിയിലേക്ക് എടുക്കാം. കണക്ഷനൊക്കെ ഞാൻ ചെയ്തതാണ്, ന്യൂട്രൽ ഫേസും ഔട്ട് പോകുന്നതല്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കണക്ഷനെല്ലാം വെളിയിലേക്ക് എടുക്കാം. നമ്മൾ അങ്ങനെ ഇവിടെ നിന്നുള്ള ഫ്യൂസ് ഊരി വെച്ചിട്ടാണ് അകത്ത് വർക്ക് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അങ്ങോട്ടുള്ള കട്ടാകണം. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ഫ്യൂസ് പുറത്തുനിന്ന് ഊരി സുരക്ഷിതമായിട്ട് വേണം ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ. അപ്പോൾ ഇന്ന് എൻ്റെ ക്യാമറാമാനായിട്ടുള്ളത് ആരാന്നറിയോ? പേര് പറഞ്ഞു. എൻ്റെ പേര് അതുൽ. അതിൽ എത്രയിൽ പഠിക്കണേ? +1. പിന്നെ ഇന്ന് എനിക്ക് ക്യാമറയൊക്കെ ചെയ്ത് തരുന്ന അതുലാട്ടോ. ഇത് ഹൈലൈറ്റ് ഷീറ്റാണ്. ഇതിലേക്ക് നമുക്ക് ഈ ബോക്സ് ELCB ബോക്സ് DB ആണ് PVCയുടെ. അത് നമുക്ക് ഫിറ്റ് ചെയ്യാം. സ്ക്രൂ ആവശ്യത്തിനുള്ള തുളയൊക്കെ ഇട്ട്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഹൈലൈറ്റ് ഷീറ്റാണ്. ഹൈലൈറ്റ് ഷീറ്റിലേക്കാണ് ഇത് PVC ബോക്സ് നമ്മൾ ഓപ്പണായിട്ട് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഒരു മെയിൻ സ്വിച്ച് ഇരിക്കുന്നെങ്കിൽ നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് കാണിക്കാനാണ് ഞാനിപ്പോൾ തന്നെ വീഡിയോ എടുക്കുന്നത് തന്നെ. അല്ലെങ്കിൽ അത് കൺസീൽഡ് ചെയ്ത് വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഓപ്പൺ വയറിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വയറിങ്ങിൽ തന്നെ വയറിങ്ങിന് കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫ്യൂസ് കണക്ഷൻ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്യൂസ് യൂണിറ്റ് 16 ആംബിയർ. അതുപോലെ തന്നെ അതിനുള്ള കവറും ELCB ഒക്കെ വെക്കാനുള്ള ആ കവർ നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അകത്തെ വർക്കിലേക്ക് കിടക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ ELCB ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കണക്ഷൻ കൊടുത്താൽ മതി. ഏകദേശം ഇൻപുട്ട് ഞാൻ കയറ്റിയിട്ടുണ്ട്. ELCBയുടെ ഒരു ഐസൊലേറ്ററുണ്ട്. കാരണം ഇവിടെ 2 മുറി ചെറിയൊരു വീടാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അധികം സെക്ഷൻ ഫ്യൂസുകളൊന്നും ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ ഒരു നോർമലായിട്ടൊരു ഫ്യൂസ് ഉണ്ട് സെക്ഷനായിട്ട്. അപ്പോൾ ഏതായാലും ഏകദേശം ഇനി ഒരു ഫൈനൽ വർക്കിലേക്കാണ്. അതിനുശേഷം നമുക്ക് ഓണാക്കി നോക്കാം. അങ്ങനെ നമ്മുടെ വർക്ക് ഫിനിഷ് ആയേക്കുകയാണ്. അതിൻ്റെ സ്വിച്ച് ഓണാക്കാം നമുക്ക്, കറണ്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. ഐസൊലേറ്റർ ഇതാണ്. അതുപോലെ തന്നെ ELCB ഇതാണ്. അത് ഓപ്പണായിട്ട് വെച്ചേക്കുവാണ്. ഇതൊരു ഫ്യൂസ് കാരിയർ അകത്ത് വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി നിലവിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ കറണ്ട് വന്നിരിക്കുകയാണ്. ഓക്കെയാണ്. ഇവിടുത്തെ വയറിങ്ങിന് പ്രോബ്ലം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രിപ്പ് ആകുന്നില്ല. ഇനി ഇതിൻ്റെ മറ്റേ ടെസ്റ്റ് ചെയ്യുന്ന റെഗുലേറ്റർ സ്വിച്ച് ഇതാണ്. അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെയാണ്. എർത്തും ഏകദേശം ഒരു കുഴപ്പമില്ല. നമുക്ക് ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷ് ആയേക്കുവാണ്.
ആയിക്കോട്ടെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൾ തന്നെ എനേബിൾ ചെയ്യുക. എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.